ബോസ് മലയാളം സീസൺ 7 ഈ വീക്കും ഡബിൾ എവിക്ഷനാണ് നടക്കാൻ പോകുന്നത്. രണ്ടുപേര് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ലഭിച്ചിരിക്കുന്നത്. ഒരാൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒനിലാണ്, മറ്റൊരാൾ ബിഗ് ബോസ് കുടുംബാംഗങ്ങളെ വരെ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തായിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അല്പസമയം മുമ്പ് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ് ജിസൈൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എന്നുള്ളത്. സാറ്റർഡേയിലെ എപ്പിസോഡിൽ എവിക്റ്റ് ആവുന്നത് ഒരു പക്ഷേ ഒനിലായിരിക്കാം. ഒനിൽ 100% കൺഫേംഡ് ആണ്. നമുക്ക് ഒനിൽ പുറത്തായിട്ടുണ്ട്. പിന്നെ കിട്ടിയൊരു ഇൻഫർമേഷൻ, അതായത് സൺഡേ ടെലികാസ്റ്റ് ചെയ്യുന്നതിൻ്റെ എപ്പിസോഡ് അല്പസമയം മുമ്പാണ് ഷൂട്ട് കഴിഞ്ഞത്. ജിസൈലാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെയും ബിഗ് ബോസ് പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തായിരിക്കുന്നത്. ജിസൈലിൻ്റെ ഗെയിം വളരെ ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ് അല്ലേ. തുടക്കം മുതൽ അത്തരത്തിൽ തന്നെയായിരുന്നു. ജിസൈലിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയാണ് കളിക്കേണ്ടത്. അതൊരു പക്ഷേ പലപ്പോഴും ബിഗ് ബോസ് പ്രേക്ഷകരെ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതെന്തായാലും അത് തിരുത്താൻ വേണ്ടി ജിസേലിൻ്റെ അമ്മ പല ഉപദേശങ്ങളും കഴിഞ്ഞ ദിവസം ഫാമിലി റൗണ്ടിൽ കൊടുത്തിരുന്നുവെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് ജിസേലിന് സാധിച്ചില്ല. ജിസേൽ പുറത്തായിരിക്കുന്നു. ഒരു പക്ഷേ ജിസേലിൻ്റെ ഈ ഒരു പുറത്താവൽ ആര്യന് വളരെ നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കാം. ആര്യൻ നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ജിസേലിൻ്റെ പുറത്താവൽ ഇനിയും ഗംഭീരമായിട്ടുള്ള കളി നമുക്ക് കാണാൻ സാധിച്ചേക്കാം. നല്ലൊരു ഗെയിമറാണ് ആര്യൻ ഇങ്ങനെ അടിച്ചമർത്തി തൻ്റെ കീഴിൽ തൻ്റെ തുണി അലക്കാനും തൻ്റെ ജോലികൾ ചെയ്യാനും വേണ്ടി മാത്രം ഒരു അടിമയെ പോലെ കൊണ്ടു നടക്കായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയ പ്രേക്ഷകർ ഇപ്പോൾ ജിസേലിനെ പുറത്താക്കിയിരിക്കുകയാണ്. ജിസേലും ഒനിലും പുറത്തായിട്ട് സാബുമാൻ അവിടെ തന്നെയുണ്ട്. കുടുംബാംഗങ്ങളെ മൊത്തത്തിൽ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ് വീട്. ഇത് എന്താണ് പുറത്ത് നടക്കുന്നത്? സാബുമാനോ എന്താ ചെയ്യുന്നത്? നമ്മളാരും കാണാതെ അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംസാരം അടക്കെയുണ്ട്. ഇപ്പോഴിതാ ഒന്നും കൂടി ബലപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ. ജിസേലും ഒനിലും പോയി, സാബുമാൻ പോയിട്ടില്ല. എന്താണത്? അപ്പോൾ ഇവരുടെ എവിക്ഷൻ പ്രക്രിയ എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.